നമസ്കാരം. ഇന്ന് നമ്മൾ സ്കിൽ ലേണിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ലക്ഷ്യങ്ങൾ ഇവയാണ്. സ്കിൽ ലേണിങ്ങിൻ്റെ 3 ഘട്ടങ്ങളെ മനസ്സിലാക്കാം. അതായത് കോഗ്നിറ്റീവ് ഫേസ്, ഫിക്സേഷൻ ഫേസ്, ഓട്ടോണോമസ് ഫേസ്. സ്കിൽ ലേണിങ്ങിൻ്റെ പ്രധാന ഘട്ടങ്ങളെ വിശദീകരിക്കാം. അതായത് ഒബ്സർവേഷൻ, ഇമിറ്റേഷൻ, റിപ്പീറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ. വീഡിയോയിലേക്ക് കടക്കാം. സ്കിൽ ലേണിങ്ങിന്റെ 3 പേസസ്. നമ്മുടെ സ്കിൽ നോളജ് ഡെവലപ്പ് ആകാൻ വേണ്ടി ആദ്യം നമ്മൾ സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് 3 ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. അതെന്തൊക്കെയാണെന്ന് കാണാം. കോഗ്നിറ്റീവ് പേസ്, ഫിക്സേഷൻ പേസ്, ഓട്ടോണമസ് പേസ്. ആദ്യം കോഗ്നിറ്റീവ് പേസ്. ഇതിൽ നിങ്ങൾ അറിയാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മൾ നേടണം, അത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ. ഈ പേസിൽ ഇൻസ്ട്രക്ടറിന്റെ ഗൈഡ് ലൈൻസിലൂടെ ട്രെയിനീസ് ഏത് സ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതുമായി ബന്ധപ്പെട്ട നോളജ് നേടുന്നു. ആദ്യമായി ട്രെയിനി ഇൻസ്ട്രക്ടർ നൽകുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചു നോക്കുന്നു, അതിൽ ശ്രദ്ധയോടെ ഇരിക്കുന്നു. ഇവിടെ ഇൻസ്ട്രക്ടർ 3 കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത്, അതായത് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കും. രണ്ടാമത്തത് എങ്ങനെ ചെയ്യണം, ഇതിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന കാര്യം ഇൻസ്ട്രക്ടർ വ്യക്തമായി പറഞ്ഞുതരും. സേഫ്റ്റി പോയിന്റ്സ്. ട്രെയിനീസിന് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന സമയത്ത് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ അവർക്ക് നൽകും. അവർ ശ്രദ്ധയോടെ ഇരിക്കാനായി എന്തൊക്കെ ചെയ്യണമെന്നും ട്രെയിനർ പഠിപ്പിക്കും. ട്രെയിനീസും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കും. ഇതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. ഈ പേസിൽ ഇൻസ്ട്രക്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോഴേ പഠിക്കുന്നവർക്കും എങ്ങനെ അത് കറക്റ്റായിട്ട് ചെയ്യണമെന്നും മനസ്സിലാകൂ. ഫിക്സേഷൻ പേസ്. ഈ പേസിൽ ട്രെയിനീസ് സ്വയം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യും. ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് ഒന്നും വരാതെ അവർ ശ്രദ്ധയോടെ ഇരിക്കും. ഇതിലൂടെ അവർക്ക് പ്രാക്ടിക്കൽ നോളജും ഗെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിലൂടെ ലേണറിന്റെ ബിഹേവിയർ ഒപ്പം തന്നെ ഇൻസ്ട്രക്ടർ എങ്ങനെയാണെന്നും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പുതിയ കാര്യം ബോഡി ലാംഗ്വേജുമായി ചേർന്ന് പഠിപ്പിക്കുമ്പോൾ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കും. പഠിക്കുന്നവർക്കും മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഒരു പുതിയ കാര്യം നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോഴേ റിസൾട്ട് നന്നായിട്ടുണ്ടാവൂ. ഈ സ്റ്റേജിൽ ട്രെയിനീസ് എന്ത് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്നതൊക്കെ ട്രെയിനി പ്രാക്ടിക്കലി ചെയ്തു നോക്കും. ഒരാളുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കണം, എത്ര നന്നായിരിക്കണം, ഇത് എല്ലാം തന്നെ ആ ട്രെയിനിങ് സമയത്ത് തന്നെ മനസ്സിലാകും. ഈ പേസിലൂടെ ട്രെയിനി ധൈര്യത്തോടെ മുന്നേ വന്ന് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യും. ഓട്ടോണോമസ് പേസ്. ഈ പേസിൽ ട്രെയിനി ഒരു തെറ്റും ചെയ്യാതെ ആരുടെ സഹായമില്ലാതെ പറഞ്ഞ സമയത്തിനകം തന്റെ ജോലി ചെയ്തു തീർക്കാൻ പഠിക്കുന്നു. അങ്ങനെ സെൽഫ് കോൺഫിഡൻസും ബിൽഡാകുന്നു. ഇപ്പൊ സ്വയം കാര്യങ്ങളെല്ലാം ആലോചിക്കാനും ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഒരു ട്രെയിനി ഒരു സബ്ജക്റ്റിൽ നല്ല രീതിയിൽ എക്സ്പെർട്ടായാൽ അവന് ഒട്ടും ആലോചിക്കാതെ ഓരോ പേസും എളുപ്പത്തിൽ ഒരു പ്രശ്നവും കൂടാതെ മുഴുവനുമായി ചെയ്തു തീർക്കാൻ കഴിയും. ഈ പേസിൽ പഠിക്കുന്ന ആൾ തന്റെ ജോലിയിൽ ശരിക്കും എക്സ്പെർട്ടായി മാറും. ഒപ്പം തന്നെ അവന്റെ കഴിവുകളും വെളിപ്പെടുത്തും. സ്കിൽ ലേണിംഗ്. നിങ്ങളുടെ കഴിവുകൾ പുറത്തു കാണിക്കാനുള്ള രീതി. ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ എക്സ്പേർട്ട് ആവണമെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് എടുക്കണം. വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ പഠിക്കുന്നവർക്ക് അവർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് മാത്രമേ അറിയാൻ കഴിയൂ. അതിനുശേഷമാണ് ഇൻസ്ട്രക്ടർ ട്രെയിനീസിന് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ്, മെഷീനറീസ് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, സേഫ്റ്റി മെഷേഴ്സ് ഇതെല്ലാം പറഞ്ഞുകൊടുക്കും. മാത്രമല്ലാതെ നേരിട്ടും അത് അവർക്ക് ഉപയോഗിക്കാനും കഴിയും. ട്രെയിനീസിനെ സ്വയം ചെയ്തു പഠിക്കാൻ പറയും. ട്രെയിനി ഈ കാര്യങ്ങളിൽ എക്സ്പെർട്ട് ആവണം. അങ്ങനെ എക്സ്പെർട്ട് ആവണമെങ്കിൽ അവർ ഈ പേസ് മനസ്സിലാക്കണം. അതിനാണ് ഒബ്സർവേഷൻ, പാർട്ടിസിപ്പേഷൻ, ഇമിറ്റേഷൻ ആൻഡ് റിപ്പീറ്റേഷൻ അത്യാവശ്യമാണ്. ഇപ്പൊ ഇതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം ഒബ്സർവേഷൻ. ഇൻസ്ട്രക്ടർ ആദ്യം ഒരു മെഷീൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഡയറക്റ്റായിട്ട് പറയും. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്കത് പഠിക്കാൻ കഴിയും. എല്ലാ ട്രെയിനീസും ഇത് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട കാര്യമാണ്. ഈ പേസിൽ ഇൻസ്ട്രക്ടർ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. അതുപോലെ ട്രെയിനീസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. അവിടെ എന്താണവോ കാണിക്കുന്നത് അതിനെ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം, പിന്നെ അത് ചെയ്യാനുള്ള ടെക്നിക്സ്, ടൂൾസ് ഹാൻഡിൽ ചെയ്യുന്ന രീതി. കാരണം ടൂൾസ് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒപ്പം തന്നെ സേഫ്റ്റി പ്രിക്കോഷൻസും മറക്കരുത്. പാർട്ടിസിപ്പേഷൻ. ഈ പേസിൽ ട്രെയിനീസ് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ടൂൾസ് ആയിരിക്കാം, മെറ്റീരിയൽസ് ആയിരിക്കാം, അതെങ്ങനെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണമെന്ന് ട്രെയിനിങ് തരും. വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഇൻസ്ട്രക്ടർ പറഞ്ഞു തരൂ.
ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു ട്രെയിനി ടൂൾസ് ഒക്കെ എങ്ങനെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം എന്ന കാര്യം പഠിക്കും. അപ്പോഴേ ട്രെയിനിക്ക് കോൺഫിഡൻസ് ഉണ്ടാകൂ, തന്റെ കൂട്ടുകാരോടൊപ്പം പണിയെടുക്കൂ. ഇമിറ്റേഷൻ. ഈ പേസിൽ ട്രെയിനീസ് ഇൻസ്ട്രക്ടറെ കോപ്പി ചെയ്യാനാണ് ശ്രമിക്കുക. ഏതൊരു ജോലിയായാലും അത് അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് മിസ്റ്റേക്സ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻസ്ട്രക്ടർ ട്രെയിനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുകൊടുക്കും. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തെറ്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇൻസ്ട്രക്ടർ ശ്രദ്ധയോടെ ഇരിക്കണം. അതായത് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ട്രെയിനീസ് ശരിക്കാണോ ചെയ്യുന്നതെന്ന് നോക്കണം. അല്ലെങ്കിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം അവരും മറന്നുപോകും. റിപ്പീറ്റേഷൻ. ഇമിറ്റേഷൻ സ്റ്റേജിൽ ഇൻസ്ട്രക്ടറിന്റെ ശരിയായ ഗൈഡൻസ് ഉള്ളതുകൊണ്ട് ട്രെയിനീസ് തന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യാനായി മെത്തേഡും ടെക്നിക്കും പഠിക്കും. പക്ഷെ പെർഫെക്ഷൻ, സ്പീഡ് പിന്നെ അക്യുറസിക്കായി ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം പറയേണ്ട ആവശ്യം വരുന്നു. അതുകൊണ്ട് ഒരു കാര്യം പഠിച്ച് അതിലെ എക്സ്പേർട്ട് ആകണമെങ്കിൽ റിപ്പീറ്റേഷൻ എന്നത് വളരെ പ്രധാനമായ കാര്യമാകുന്നു. ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഈ സ്കിൽ ലേണിംഗ് വീഡിയോയിൽ 3 പേസസ് ഉണ്ടായിരുന്നു: കോഗ്നേറ്റീവ്, ഫിക്സേഷൻ പിന്നെ ഓട്ടോണമസ്. ആദ്യത്തെ പേസിൽ സേഫായിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു. ഓരോ കാര്യങ്ങളും വളരെ തുല്യതയോടെയും ഫോക്കസ് ആയിട്ടും പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ കഴിയുന്നത്. അടുത്ത പേസിലുള്ളത് ട്രെയിനീസിന്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ച് അവരുടെ ജോലി അവർക്ക് കൃത്യമായി ചെയ്യാൻ സഹായിക്കുന്നതാണ്. പഠിക്കുന്ന സമയത്ത് ഒബ്സർവേഷൻ, പാർട്ടിസിപ്പേഷൻ, ഇമിറ്റേഷൻ പിന്നെ റിപ്പീറ്റേഷൻ ഉണ്ടാകും. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.